ബട്ടർഫ്ലൈ സഫാരി. നമസ്കാരം, എൻ്റെ പേര് രോഹിണി. നിങ്ങൾക്ക് ബട്ടർഫ്ലൈ സഫാരി പരിചയപ്പെടുത്താൻ വേണ്ടി ചിത്രശലഭത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഒരാളെ നിയോഗിച്ചിരുന്നു. തെന്മല ഇക്കോ ടൂറിസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് ബട്ടർഫ്ലൈ സഫാരി. ഇവിടെ ചിത്രശലഭങ്ങളുടെ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു. ഇത്തരം ആവാസ വ്യവസ്ഥയിലൂടെയുള്ള സഞ്ചാരമാണ് ബട്ടർഫ്ലൈ സഫാരി. ആയതിനാൽ ശലഭങ്ങളെ കാഴ്ച ബംഗ്ലാവിലെ പോലെ കാണുവാൻ സാധിക്കുകയില്ല. ശലഭങ്ങളുടെ സംരക്ഷണ മേഖലയായി ഈ പ്രദേശത്തെ കാണാം. ശലഭങ്ങളുടെ സാന്നിധ്യം കാലാവസ്ഥയെ ആശ്രയിച്ചാണ്. പൂമ്പാറ്റ എന്ന് വിളിക്കുന്ന പ്രാണിലോകത്തെ സൗന്ദര്യമുള്ള ജീവികളായ ഷഡ്പദങ്ങളാണ് ചിത്രശലഭങ്ങൾ. മനുഷ്യൻ ഭൂമിയിൽ ആവിർഭവിക്കുന്നതിന് ഏകദേശം 970 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചിത്രശലഭങ്ങൾ ഭൂമിയിലുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ലിപ്പിഡോപെറ്റ നിരയിൽപ്പെട്ട ജീവികളാണ് ശലഭങ്ങൾ. അവയിൽ ചിത്രശലഭങ്ങളും നിശാശലഭങ്ങളും ഉൾപ്പെടുന്നു. ചിത്രശലഭങ്ങൾ പകലും നിശാശലഭങ്ങൾ രാത്രിയിലും കാണപ്പെടുന്നു. ചുരുക്കം ചിത്രശലഭങ്ങൾ സന്ധ്യാവേളയിലും രാത്രിയിലും കാണപ്പെടുന്നു. അതുപോലെ ചുരുക്കം നിശാശലഭങ്ങൾ പകൽ സമയത്ത് കാണപ്പെടുകയും ചെയ്യുന്നു. ശലഭങ്ങൾ പൊതുവെ സസ്തനികളാണ്. ശലഭങ്ങളുടെ ഭക്ഷണം പൂക്കളിലെ തേനും ചില ധാതുക്കളുമാണ്. മുട്ടയിട്ട് വിരിയാനായി ഓരോ ശലഭവും ഓരോ സസ്യത്തെ ആശ്രയിക്കുന്നു. ശലഭങ്ങളുടെ വളർച്ചയ്ക്കും ജീവിതത്തിനും അനുയോജ്യമായ അന്തരീക്ഷം ആവശ്യമാണ്. ഇവിടെയുള്ള സഫാരിയിൽ ശലഭങ്ങൾക്ക് മുട്ടയിട്ട് വിരിഞ്ഞു വരാൻ ഉതകുന്ന സസ്യങ്ങളും അവയ്ക്ക് ഭക്ഷണം കഴിക്കുവാൻ ഉതകുന്ന സസ്യങ്ങളും നട്ടുവളർത്തിയിട്ടുണ്ട്. അവയ്ക്ക് വളരാനും ജീവിക്കാനുമുള്ള അന്തരീക്ഷവും സൃഷ്ടിച്ചിട്ടുണ്ട്. ശലഭങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നു. കേരളത്തിൽ കാണപ്പെടുന്ന ചിത്രശലഭങ്ങൾ മുട്ടയിടുന്നതും ഭക്ഷിക്കുന്നതുമായ എല്ലാ ചെടികളും കേരളത്തിലെ വീട്ടുപറമ്പിലുള്ളതാണ്. സഞ്ചാരികളുടെ അറിവിലേക്കായി ചിത്രശലഭങ്ങൾ മുട്ടയിട്ട് വിരിഞ്ഞു വളരുന്ന സസ്യങ്ങളുടെ പേരും ചിത്രവും അടങ്ങുന്ന ബോർഡുകൾ പാതയോരത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ദയവായി അവ ശ്രദ്ധിക്കുക. ഈ സ്ഥലത്തിന്റെ വിസ്തൃതി 5 ഏക്കറാണ്. സഫാരിയിലൂടെ നടക്കുമ്പോൾ ദയവായി നടപ്പാതയിൽ കൂടി മാത്രം നടക്കുക. പൂക്കളിലോ സസ്യങ്ങളിലോ തൊടുവാനോ പറിക്കുവാനോ പാടുള്ളതല്ല. ഇവിടെ 166 ഇനം ശലഭങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഡാർക്ക് ഈവനിംഗ് ബ്രൗൺ ഇരുളൻ കളർ ശലഭത്തിന്റെ ലാർവ മുളച്ചെടിയെ ഭക്ഷണമായി കഴിക്കുന്നു. വർഷം മുഴുവൻ കാണപ്പെടുന്ന ശലഭമാണ്. സന്ധ്യാസമയത്ത് പറക്കുന്ന ശലഭമാണ്. ഈ ശലഭങ്ങളുടെ പറക്കൽ വക്രഗതിയിലാണ്. ഇവിടെ ചിത്രശലഭങ്ങളുടെ ചെളിയൂറ്റലിന്റെ ശില്പം കാണാം. ചെളിയൂറ്റൽ അഥവാ മഡ് പുഡിംഗ് ചെളിയിലും നനഞ്ഞ മണ്ണിലും ശലഭങ്ങൾ കൂട്ടത്തോടെ വന്നിരിക്കുന്ന പ്രതിഭാസമാണ്. പോഷണങ്ങൾ വലിച്ചെടുക്കാനാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നനഞ്ഞ മണ്ണിലും കാഷ്ടത്തിലും ഇങ്ങനെ സാധാരണ വന്നിരിക്കുന്ന ശലഭങ്ങൾ ഉപ്പും അമിനോ ആസിഡും വലിച്ചെടുക്കുന്നു. വിയർത്തിരിക്കുന്ന മനുഷ്യ ശരീരത്തിലും ശലഭങ്ങൾ വന്നിരിക്കാറുണ്ട്. ചില സ്പീഷീസുകളിലെ ആൺശലഭങ്ങളാണ് സാധാരണ ഈ പ്രതിഭാസത്തിൽ കൂടുതൽ നിരീക്ഷിക്കാനാവുക. ഇന്ത്യയിലെ ഏറ്റവും സാധാരണമായ ശലഭമായ മഞ്ഞപ്പാപ്പാത്തി സദാസമയവും പുല്ലുകൾക്കിടയിൽ തത്തിപ്പാറി നടക്കുന്നതായി കാണാം. തിളങ്ങുന്ന മഞ്ഞച്ചിറകുകളുള്ള ഉപരിഭാഗത്ത് കറുത്ത പാടുണ്ട്. മുൻചിറകിന് അടിവശത്തായി കറുത്ത പൊട്ടുകളും കാണാം. ആനത്തകര എന്ന ചെടിയിൽ ഈ ശലഭത്തിന്റെ ലാർവ വളരുന്നു. ചിത്രശലഭങ്ങൾക്ക് 6 കാലുകളും 3 ഭാഗങ്ങളുള്ള ശിരസ്സുമാണ്. തോറാക്സ് എന്ന് പറയുന്ന വക്ഷസ്, ഉദരഭാഗം എന്നിവയാണ് ശരീരത്തിന്റെ 3 ഭാഗങ്ങൾ. ഒരു ജോഡി സ്പർശിനി അഥവാ ആന്റിന അഥവാ ശാംഗികയും സംയുക്ത നേത്രങ്ങളും ബാഹ്യാസ്ഥികൂടവും 2 ജോഡി ചിറകുകളുമുണ്ട്. അഗ്രഭാഗം ഉരുണ്ടതോ നിവർന്നു നിൽക്കുന്നതോ ആയ ഒരു ജോഡി സ്പർശിനികൾ. ആൺചിത്രശലഭങ്ങൾക്ക് താരതമ്യേന വലിയ കണ്ണുകളാണ് ഉള്ളത്. നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവും ഇവയ്ക്ക് കൂടുതലാണ്. മുകൾ ചിറകിന്റെ ഉപരിതലം അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിഫലിപ്പിക്കുകയും അത് ആണിനും പെണ്ണിനും പരസ്പരം തിരിച്ചറിയാനുള്ള സൂചകങ്ങളായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. സ്പർശകങ്ങളാണ് ചിത്രശലഭങ്ങൾക്ക് മണം പിടിക്കാനും പറക്കുമ്പോഴും മറ്റും സന്തുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കാനും സഹായകമാവുന്നത്. തലയുടെ വായഭാഗത്ത് ചുരുട്ടി സൂക്ഷിക്കാറുള്ള തുമ്പിക്കൈ ഉപയോഗിച്ചാണ് ചിത്രശലഭങ്ങൾ തേൻ കുടിക്കുന്നത്. ചിത്രശലഭങ്ങളുടെ കാലുകളും അനേകം ഖണ്ഡങ്ങൾ കൂടിച്ചേർന്നതാണ്. കാലുകളുടെ അഗ്രഭാഗം ഉപയോഗിച്ച് ഇവ രുചി അറിയുന്നു.
ചിത്രശലഭങ്ങളുടെ ചിറകുകൾ നിർമ്മിച്ചിരിക്കുന്നത് പരസ്പരം ചേർത്ത് വച്ചിരിക്കുന്ന വളരെ 2 സ്തരങ്ങൾ ചേർന്നാണ്. ഈ സ്തരങ്ങളെ പൊതിഞ്ഞുകൊണ്ട് വിവിധ ആകൃതിയിലും നിറങ്ങളിലുമുള്ള ശൽക്കങ്ങളുണ്ട്. ഈ ശൽക്കങ്ങളാണ് ചിറകുകളുടെ മനോഹരമായ വർണ്ണവൈവിധ്യത്തിന്റെ അടിസ്ഥാനം. വളരെ സൂക്ഷ്മമായ ശൽക്കങ്ങൾ ഒന്നിനോട് ചേർന്ന് മറ്റൊന്ന് എന്ന നിലയിൽ അടുക്കി വച്ചിരിക്കുന്നു. ശൽക്കങ്ങളിലുള്ള വർണ്ണകണങ്ങളും അവയിൽ തന്നെയുള്ള വിവിധ വരകളും ചെരിവുകളും നിറങ്ങൾ നിശ്ചയിക്കുന്നതിൽ പങ്കുവഹിക്കുന്നു. ശൽക്കങ്ങളിലെ വരമ്പുകളിലും ചെരിവുകളിലും വിവിധ കോണുകളിൽ പ്രകാശം പതിക്കുമ്പോൾ ചിറകുകൾക്ക് പല നിറങ്ങളും ലഭിക്കുന്നു. ചില ഇനങ്ങളിലെ ആൺശലഭങ്ങൾക്ക് ഗന്ധം പുറപ്പെടുവിക്കുന്ന പ്രത്യേകതരം ശൽക്കങ്ങളും കാണപ്പെടുന്നു. ചിത്രശലഭങ്ങളിലെ ആൺ പെൺ വിഭാഗങ്ങളെ തിരിച്ചറിയാൻ ഈ പ്രത്യേകത ഏറെ സഹായകമാണ്. ഓലരാജൻ എന്ന ചിത്രശലഭം. തെങ്ങോലയാണ് ഇതിന്റെ ലാർവാഭക്ഷ്യ സസ്യം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭമാണ് തെക്കൻ ഗരുഡശലഭം. ചിറകുവിടർത്തുമ്പോൾ ചിറകുകൾ തമ്മിലുള്ള അകലം 140 മുതൽ 190 വരെ മില്ലിമീറ്ററാണ്. ഗരുഡക്കൊടി, കരണ്ടവള്ളി, അൽപ്പം എന്നിവയാണ് ലാർവയുടെ ഭക്ഷണ സസ്യങ്ങൾ. തേൻ നുകരുമ്പോൾ ചിറകടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത് ഗരുഡശലഭത്തിന്റെ പ്രത്യേകതയാണ്. ശാന്തമഹാസമുദ്രത്തിലെ ന്യൂഗിനി ദ്വീപുകളിൽ കാണപ്പെടുന്ന ക്യൂൻ അലക്സാൻഡ്ര ബേർഡ് വിംഗ് ചിത്രശലഭം കണ്ടെത്തിയിട്ടുള്ള ചിത്രശലഭങ്ങളിൽ ഏറ്റവും വലുതെന്ന് കരുതപ്പെടുന്നു. വിടർത്തി വച്ച ചിറകുകളുടെ ഒരറ്റം മുതൽ അടുത്തയറ്റം വരെ 28 സെന്റിമീറ്റർ ആയിരിക്കും ഇവയ്ക്കുണ്ടാവുക. 15 മുതൽ 22 മില്ലിമീറ്റർ മാത്രം വരെ ചിറകളവ് വരുന്ന രത്നനീലി ശലഭമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ചിത്രശലഭം. കിഴക്കേ ആഫ്രിക്കയിൽ കണ്ടുവരുന്ന ഡ്വാർഫ് ബ്ലൂ ചിത്രശലഭം ഏറ്റവും ചെറുതെന്നും കരുതപ്പെടുന്നു. വെറും 10 മില്ലിഗ്രാം ഭാരമുള്ള ഇവയുടെ ചിറകറ്റങ്ങൾ തമ്മിലുള്ള അകലം 14 മില്ലിമീറ്റർ മാത്രമാണ്. 5 ദിവസം മാത്രമാണ് ഇവയുടെ ജീവിത കാലയളവ്. കൃഷ്ണശലഭം, ചുട്ടിക്കറുപ്പൻ എന്നീ ചിത്രശലഭങ്ങളാണ് ഭാരതത്തിലെ പൂമ്പാറ്റകളിൽ വലുപ്പത്തിൽ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. ഇരുതലച്ചി എന്ന ഈ പൂമ്പാറ്റയുടെ വാലിന് ശിരസിലെ സ്പർശിനികളോട് സാദൃശ്യമുണ്ട്. വാലിലെ പൊട്ടുകൾ കണ്ണുകളായി തോന്നും. 2 തലയുണ്ടെന്ന് തോന്നിപ്പിക്കുന്നതിനാലാണ് ഇവയെ ഇരുതലച്ചി എന്ന് വിളിക്കുന്നത്. ശത്രുക്കളെ കബളിപ്പിക്കാനാണ് ഈ സൂത്രം ഇവ പ്രയോഗിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇവയെ മങ്കി പസിൽ എന്നാണ് വിളിക്കുന്നത്. ഈ ശലഭത്തിന്റെ പുഴു കാഴ്ചയിൽ ഒരു കുരങ്ങിന്റെ ശിരസിനെ ഓർമ്മിപ്പിക്കുന്നതായതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ചിറക് പാതി തുറന്നു പിടിച്ച് ഇവ വെയിൽ കായുന്നത് ചെത്തിച്ചെടികളിലാണ് സാധാരണ കണ്ടുവരുന്നത്. ഇത് ചിത്രശലഭ വിവരണ കേന്ദ്രമാണ്. ജന്തുലോകത്തിലെ ഏറ്റവും വലിയ ശലഭമായ ആർത്രോപോഡിയയിലെ ഇൻസെക്ട എന്ന വിഭാഗത്തിൽ ലെബിഡോപ്റ്റീറ എന്ന ഗോത്രത്തിലാണ് ചിത്രശലഭങ്ങൾ വരുന്നത്. ജന്തുലോകത്തിലെ ഫൈലമായ കോർഡാറ്റയിലെ മമേലിയ എന്ന ചിത്രശലഭങ്ങളും നിശാശലഭങ്ങളും തമ്മിൽ തിരിച്ചറിയാൻ പല മാർഗങ്ങളുണ്ട്. നിശാശലഭങ്ങളുടെ സ്പർശിനികളിലും ശരീരത്തിലും സൂക്ഷ്മമായ രോമങ്ങളുണ്ടാകും. എന്നാൽ ചിത്രശലഭങ്ങളിൽ അങ്ങനെ രോമങ്ങൾ ഉണ്ടാകാറില്ല. നിശാശലഭങ്ങൾ സ്പർശകങ്ങൾ തറയ്ക്ക് സമാന്തരമായി പിടിക്കുമ്പോൾ ചിത്രശലഭങ്ങൾ അവ കുത്തനെ പിടിക്കുന്നു. നിശാശലഭങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ചിറകു വിടർത്തി ഇരിക്കുന്നു. ചിത്രശലഭങ്ങളാകട്ടെ ചിറകുകൾ മുകളിലേക്ക് കൂട്ടിവെക്കുന്നു. ചില നിശാശലഭങ്ങൾക്ക് 13 ഇഞ്ച് നീളമുള്ള നാക്കുകളുണ്ട്. ഇവ പൂക്കളിൽ നിന്നും തേൻ കുടിക്കുന്നവയാണ്. ചില നിശാശലഭങ്ങൾക്ക് നല്ല കാഴ്ചശക്തി ഉണ്ടാകില്ല. ചിലവ ജീവിതത്തിൽ ആഹാരം കഴിക്കുന്നില്ല. പുഴുവായി ശരീരത്തിൽ ശേഖരിച്ചിട്ടുള്ള കൊഴുപ്പുപയോഗിച്ച് ജീവിക്കും. ഇവ 3 ആഴ്ച മുതൽ 6 മാസം വരെ ജീവിക്കുന്നു. നിശാശലഭങ്ങളിലും ചിത്രശലഭങ്ങളിലും കൂടി 1,40,000 ഇനങ്ങളുണ്ട്. അതിൽ 17,200 എണ്ണം ചിത്രശലഭങ്ങളാണ്. ഇന്ത്യയിൽ 5 കുടുംബങ്ങളിലായി 1,500-ലേറെ ചിത്രശലഭങ്ങളെ കണ്ടുവരുന്നു. കേരളത്തിൽ ഏതാണ്ട് 322 ഇനങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഹെസ്പെരിഡെ, പപ്പിലിയോനിഡെ, പീരിഡെ, നിംഫലിഡെ എന്നിവ ചിത്രശലഭങ്ങളുടെ കുടുംബങ്ങളാണ്. ചിത്രശലഭങ്ങളുടെ ജീവിതചക്രം പൂർണ്ണരൂപത്തിലാണ് നടക്കുന്നത്. 4 ദശകങ്ങളാണ് ചിത്രശലഭത്തിന്റെ ജീവിതചക്രത്തിൽ ഉള്ളത്. മുട്ട, ശലഭപ്പുഴു, ലാർവ, പ്യൂപ്പ, ചിത്രശലഭം എന്നിവയാണ് ആ ദശകങ്ങൾ. 4 കുടുംബങ്ങൾ 5 ദശകങ്ങൾ പിന്നിടുന്ന കാഴ്ച ഇവിടെ കാണാം. പശ്ചിമഘട്ടത്തിന്റെ ഈ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന അപൂർവ ശലഭമാണ് സുവർണ ഓക്കി ശലഭം.
ഇന്ത്യയിലും ആസ്ട്രേലിയയിലും കാണപ്പെടുന്ന ഒരിനം ചിത്രശലഭമാണ് ഇത്. ഇതിനെ ഓസ്ട്രേലിയയിൽ ലീഫ് വിങ് എന്ന് വിളിക്കുന്നു. ഇതിന്റെ പുഴുവിന് കറുപ്പ് നിറമാണ്. മുതുകിനോടൊട്ടിയ ഭാഗങ്ങളിൽ വെള്ളക്കുത്തുകൾ കാണാം. തലയിൽ ശാഖകളുള്ള സ്പർശിനികളും കാണാം. ചുട്ടിമുല്ലയാണ് ലാർവകളുടെ ഭക്ഷ്യസസ്യം. കൂടാതെ ആർട്ടോകോർപ്പസ് തുടങ്ങിയ സസ്യങ്ങളെയും ലാർവകൾ ആഹരിക്കുന്നത് കാണാൻ കഴിയും. ഇതിന്റെ പ്യൂപ്പയ്ക്ക് മഞ്ഞ നിറമാണ്. ഇടയ്ക്കിടെ കറുപ്പ് കുത്തുകളും കാണാം. ശലഭത്തിന്റെ ചിറകുകൾക്ക് തീജ്വാലകളുടെ നിറമാണ്. ചിറകുകൾ മടക്കി വയ്ക്കുമ്പോൾ ഉണങ്ങിയ ഇല പോലെ തോന്നും. ഇവിടെ ഗവേഷണത്തിനായി ചിത്രശലഭ കൂട് നിർമ്മിച്ചിട്ടുണ്ട്. കൂടിനുള്ളിൽ ചിത്രശലഭങ്ങളുടെ ലാർവ ഭക്ഷിക്കുന്നതും ചിത്രശലഭങ്ങൾ ഭക്ഷിക്കുന്നതുമായ മിക്ക ഇനം സസ്യങ്ങളും നട്ടുവളർത്തുന്നു. അവ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ കൂടിന് വെളിയിൽ വരും. ശലഭങ്ങൾക്ക് ജീവിക്കാൻ 20 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വേണം. അന്തരീക്ഷ ഊഷ്മാവ് 85 മുതൽ 90 ക്യൂബിക് മീറ്ററിനിടയിൽ ഉണ്ടാവണം. ദിവസവും 5 മുതൽ 6 മണിക്കൂർ വരെ വെയിൽ ലഭിക്കണം. 50 മുതൽ 100 മില്ലിമീറ്റർ മഴയെങ്കിലും ലഭിക്കുന്ന സ്ഥലമാകണം. 25 അടിയിൽ കൂടുതൽ ഉയരത്തിൽ അവ പറക്കില്ല. ഇലപൊഴിയും കാടുകളിലും അർദ്ധഹരിത വനങ്ങളിലും കണ്ടുവരുന്ന ഒരു പൂമ്പാറ്റയാണ് വെള്ളച്ചാത്തൻ. ഇംഗ്ലീഷിൽ ഗ്രാസ് ഡീമൻ എന്നാണ് പേര്. മഴക്കാലത്താണ് ഇവയുടെ വിഹാരം. കൂടുതലും തേൻ കുടിക്കുന്ന തുമ്പിക്കൈക്ക് സാമാന്യം നീളമുണ്ട്. മനുഷ്യരുമായി അടുപ്പം കാണിക്കാത്ത പൂമ്പാറ്റയാണ് ഇത്. നിലം പറ്റി പറക്കാനാണ് താൽപ്പര്യം. ഒറ്റപ്പറക്കലിൽ അധിക ദൂരം താണ്ടാറുമില്ല. ഇലപ്പുറത്തും തണ്ണീർത്തടങ്ങളിലെ കല്ലുകളിലും ഇരുന്ന് വെയിൽ കായുന്ന ശീലവുമുണ്ട്. വെയിൽ കായുമ്പോൾ പിൻചിറകുകൾ പരത്തിയും മുൻചിറകുകൾ അല്പം പൊക്കിപ്പിടിക്കുകയും ചെയ്യുന്ന ചാത്തൻ വിശ്രമിക്കുന്ന സമയങ്ങളിൽ ചിറകുകൾ പൂട്ടിപ്പിടിക്കുകയാണ് പതിവ്. 2 ചിറകുകളും വെവ്വേറെ ഇളക്കാറുണ്ട്. മഞ്ഞൾ, ഇഞ്ചി മുതലായ സസ്യങ്ങളിലാണ് മുട്ടയിടുക. മുട്ടയിടുന്നതിന് മുൻപേ പെൺശലഭം ആഹാരസസ്യത്തിനു ചുറ്റും കുറച്ചുനേരം പറന്നു നടക്കും. സസ്യം അനുയോജ്യമാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണിത്. ഇലപ്പുറത്താണ് മുട്ടയിടുക. പൊതുവെ 1 മുട്ട വീതമാണ് ഇടുക. ചിലപ്പോൾ 2-3 മുട്ടയിടും. ഇട്ടയുടനെ മുട്ടയ്ക്ക് ചുവപ്പ് നിറമായിരിക്കും. പിന്നീട് ഇവ വെളുത്ത നിറമാകും. മുട്ടയിടുന്നതോടെ തന്നെ ഇവ ചത്തുപോകുന്നു. ഒരു തേൻകൊതിയൻ ശലഭമാണിത്. ശവംനാറി ചെടിയിൽ നിന്നും അരിപ്പൂച്ചെടിയിൽ നിന്നും തേൻ കുടിക്കും. ചിലപ്പോൾ ചാണകത്തിൽ നിന്നും പക്ഷികാഷ്ടത്തിൽ നിന്നും മറ്റും പോഷകങ്ങൾ നുണയുന്നതും കാണാം. ദക്ഷിണേന്ത്യയിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ചിത്രശലഭമാണ് അരളിക ശലഭം. കോമൺ ക്രാവ്, കോമൺ ഇന്ത്യൻ ക്രാവ്, ആസ്ട്രേലിയൻ ക്രാവ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. മലയാളത്തിൽ കാക്കപ്പൂമ്പാറ്റ എന്നും വിളിക്കാറുണ്ട്. കേരളത്തിൽ എല്ലാ കാലത്തും കാണപ്പെടുന്ന ആൽവർഗ സസ്യങ്ങൾ നന്നാറി, ചെറിയ പാൽവള്ളി, വെള്ളില, ഇലഞ്ഞി, പൊന്നരളി, അരളി, പാറകം, ചെറി എന്നീ സസ്യങ്ങളിലാണ് അരളി ശലഭങ്ങളുടെ ലാർവകളെ കണ്ടുവരുന്നത്. കൊങ്ങിണിപ്പൂ, ചെത്തിപ്പൂ, കമ്മ്യൂണിസ്റ്റ് പച്ച, നായത്തുമ്പ തുടങ്ങിയ പൂക്കളിൽ നിന്നും തേൻ നുകരുന്ന ഈ ശലഭങ്ങൾ ചില ചെടികളിലെ നീരും കുടിക്കാറുണ്ട്. പുഴുക്കൾ സസ്യങ്ങളുടെ ഇലകൾ ഭക്ഷിച്ചാലും അവ ചിത്രശലഭമായി സസ്യത്തെ പരാഗണം ചെയ്ത് സഹായിക്കുന്നു. ചിത്രശലഭങ്ങളുടെ ജീവിതചക്രം പൂർണ്ണ രൂപാന്തരത്തിലൂടെയാണ് നടക്കുന്നത്. ചിത്രശലഭങ്ങൾക്ക് ആയുസ് വളരെ കുറവാണ്. വലിയ ഇനം ചിത്രശലഭങ്ങൾ 2 മാസത്തോളം ജീവിക്കുമ്പോൾ ചെറിയ ഇനങ്ങൾ 2 മുതൽ 3 ആഴ്ചകൾ മാത്രമാണ് ജീവിക്കുന്നത്. ചിത്രശലഭങ്ങളുടെ ആയുർദൈർഘ്യത്തെക്കുറിച്ച് സമഗ്രമായ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല. 2 ആഴ്ച മുതൽ 6 ആഴ്ച വരെയാണ് മിക്ക ശലഭങ്ങളുടെയും ആയുർദൈർഘ്യം. ദേശാടന ശലഭങ്ങൾ മാസങ്ങൾ ജീവിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടുറോസുമായി നല്ല സാമ്യമുള്ള ഒരു കിളിവാലൻ ശലഭമാണ് മലബാർ റോസ്. തെക്കേ ഇന്ത്യയിലെ തദ്ദേശവാസിയായ ഒരു പ്രധാന ശലഭമാണ് ഇത്. അല്പം സസ്യമാണ് ലാർവയുടെ ഭക്ഷണസസ്യം. നാട്ടിൻപുറങ്ങളിലും കാവുകളിലും എല്ലാ കാലത്തും കാണപ്പെടുന്ന ശലഭങ്ങളാണ് വയങ്കതൻ. ചിറകുകൾക്ക് തവിട്ടുകലർന്ന മഞ്ഞ നിറമുള്ള ഇവ വയങ്കത അല്ലെങ്കിൽ ചളിര് എന്ന മരത്തിന്റെ തളിരിലകളിൽ മുട്ടയിടുന്നതുകൊണ്ട് മലയാളത്തിൽ വയങ്കതൻ എന്ന് അറിയപ്പെടുന്നു. വളരെ താഴ്ന്നു പറക്കുന്നവരാണ് ഇക്കൂട്ടർ. വേഗത്തിൽ പറക്കാനും ഇവയ്ക്കു കഴിയില്ല. തേൻ ഉണ്ണാനാണ് ഇവയ്ക്ക് താൽപ്പര്യം. ആൺശലഭങ്ങൾ കൂട്ടത്തോടെ മണ്ണിൽ വന്നിരിക്കുന്നവരാണ്. വേനൽക്കാലത്താണ് ഇവ മുട്ടയിടുന്നത്. വയങ്കത സസ്യം പൂക്കുന്നത് വേനൽക്കാലത്തായതിനാലാണ് ഇത്. ഇണചേരലിനു ശേഷം പൂമ്പാറ്റകൾ തളിരിലകളിലോ മുകുളങ്ങളിലോ മുട്ടകൾ നിക്ഷേപിക്കുന്നു. സാധാരണയായി ഇലയുടെ അടിവശത്താണ് ഇവ മുട്ടയിടാറുള്ളത്.
കൂട്ടമായി മുട്ടയിടുന്ന ശലഭങ്ങളുമുണ്ട്. ഒന്നിനു മുകളിൽ മറ്റൊന്നായി മാലകൾ പോലെ മുട്ടകൾ ഇടുന്നവയുമുണ്ട്. മുട്ടകൾ പല ആകൃതിയും നിറങ്ങളും ഉള്ളവയാണ്. കൂടുതൽ മുട്ടകളും പച്ചയോ മഞ്ഞയോ നിറങ്ങളോട് കൂടിയവയായിരിക്കും. അവ വിരിയുന്നതിന് മുൻപേ ഇരുണ്ട നിറത്തിലേക്ക് മാറുന്നു. ഗോളാകൃതിയിലും ദീർഘവൃത്താകൃതിയിലും മുട്ടകൾ കാണാറുണ്ട്. ചിത്രശലഭത്തിന്റെ മുട്ടകൾ സാധാരണയായി 2 മുതൽ 6 ദിവസം കൊണ്ട് വിരിയുന്നു. ലാർവയുടെ ഭക്ഷണസസ്യം കണ്ടെത്തി മുട്ടയിടാനുള്ള ചിത്രശലഭങ്ങളുടെ കഴിവ് ശ്രദ്ധേയമാണ്. മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ശലഭപ്പുഴുവിന് ആഹാരമാക്കാനുള്ള സസ്യങ്ങളുടെ ഇലകളിലാണ് അവ മുട്ടകൾ നിക്ഷേപിക്കുന്നത്. ലാർവയുടെ ഭക്ഷണസസ്യങ്ങളിലും ചില സമയങ്ങളിൽ സമീപത്തുള്ള മറ്റു സസ്യങ്ങളിലും പൂമ്പാറ്റകൾ മുട്ടയിടാറുണ്ട്. തന്റെ ശരീരത്തിൽ നിന്ന് ഊറിവരുന്ന പശയുള്ള ദ്രാവകം ഉപയോഗിച്ചാണ് ചിത്രശലഭം താനിടുന്ന മുട്ടകൾ ഇലകളിൽ ഒട്ടിച്ചു വയ്ക്കുന്നത്. മുട്ടയുടെ ഉപരിതലത്തിലുണ്ടാവാറുള്ള ഒരു സൂക്ഷ്മദ്വാരത്തിലൂടെയാണ് വളരുന്ന ലാർവയ്ക്ക് ആവശ്യത്തിന് ഈർപ്പവും വായുവും ലഭിക്കുന്നത്. നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വനങ്ങളിലും ധാരാളമായി കാണാറുള്ള ചിത്രശലഭമാണ് നാരകക്കാളി. മോർമൺ ചിത്രശലഭമെന്നും ഇതിനെ വിളിക്കുന്നു. വലിയ ചിറകുകളുള്ള ഇവ ഉദ്യാനങ്ങളിൽ സാധാരണ കാണാറുള്ള ഷഡ്പദമാണ്. ഈ വിഭാഗത്തിൽപ്പെടുന്ന ശലഭങ്ങൾ പ്രധാനമായും നാരകങ്ങളിൽ മുട്ടയിടുന്നതുകൊണ്ടാണ് നാരകക്കാളി എന്ന് വിളിക്കുന്നത്. ആൺ പെൺ ശലഭങ്ങൾക്ക് നിറവ്യത്യാസമുണ്ട്. പ്രഭാതങ്ങളിൽ മോർമോൺ പൂമ്പാറ്റകൾ വെയിൽ കായാൻ എന്ന പോലെ ഇലകളിലും മറ്റും ചിറകു വിടർത്തി ഇരിക്കാറുണ്ട്. അപ്പോൾ അവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. പെൺശലഭങ്ങൾ കേരളത്തിൽ സാധാരണ കണ്ടുവരുന്ന ചെമ്പനീർ ശലഭം തുടങ്ങിയ ചിത്രശലഭങ്ങളുടെ നിറങ്ങൾ അനുകരിക്കാറുണ്ട്. പനീർ ശലഭങ്ങൾ പുഴുവായിരിക്കുമ്പോൾ കഴിക്കുന്ന ചില വിഷച്ചെടികളുടെ വിഷാംശം ശരീരത്തിലുണ്ടാകും. അതിനാൽ അത്തരം ശലഭങ്ങളെ സാധാരണ ശത്രുക്കൾ ഒഴിവാക്കുകയാണ് പതിവ്. അത് മുതലാക്കാനാണ് മോർമൺ ശലഭത്തിന്റെ അനുകരണം. പെൺശലഭം മാത്രമേ അനുകരണം നടത്താറുള്ളൂ. പനീർ ശലഭങ്ങളുടെ ശരീരം കടും ചുവപ്പ് നിറത്തിലായിരിക്കുമെങ്കിലും മോമോൺ ശലഭങ്ങളുടെ ശരീരം കറുത്ത നിറത്തിലായിരിക്കും ഉണ്ടാവുക. മുട്ട വിരിഞ്ഞു വരുന്ന പുഴുവിന് ആദ്യം പക്ഷികാഷ്ടത്തിന്റെ നിറമായിരിക്കും. ഇക്കാരണം കൊണ്ട് ഇലയുടെ മുകളിൽ നിശ്ചലമായിരിക്കുന്ന പുഴുവിനെ ശത്രുക്കൾ ഉപേക്ഷിക്കുന്നു. പിന്നീട് നിറം പച്ചയായി മാറുന്നു. അപ്പോഴും ഇലയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇവയെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. കണ്ണുകളെന്ന് തോന്നിപ്പിക്കുന്ന 2 പാടുകൾ പ്യൂപ്പയാകുന്നതിന് തൊട്ടുമുമ്പുള്ള ലാർവയ്ക്കുണ്ട്. തുന്നാരൻ കിളി, ഓലേഞ്ഞാലി, ചെമ്പോത്ത്, ചിലന്തികൾ, ചെറുപ്രാണികൾ മുതലായവയാണ് പ്രധാന ശത്രുക്കൾ. ശത്രുക്കൾ അടുത്തു വരുമ്പോൾ ശിരസിലെ കണ്ണുപോലുള്ള ഭാഗങ്ങൾ കാട്ടി അവയെ ഭയപ്പെടുത്തുന്നു. വായ്ക്കുള്ളിലെ കടും ചുവപ്പ് അവയവം കാട്ടിയും ദുർഗന്ധമുള്ള ഒരു സ്രവം പുറത്തുവിട്ടും ശത്രുക്കളെ പുഴുക്കൾ തുരത്താറുണ്ട്. രാജമല്ലി, ചെത്തി, മന്ദാരം, അശോകം, ചെമ്പരത്തി മുതലായ ചെടികളുടെ സമീപത്ത് മോർമോൺ ശലഭങ്ങൾ സാധാരണ തേൻ കുടിക്കാൻ എത്തുന്നു. വനങ്ങളിലാകട്ടെ ചീനി, ഇലവ്, മുരിക്ക മുതലായ സസ്യങ്ങളുടെ പൂക്കാല സമയത്ത് ഇവ കൂട്ടമായി എത്തുന്നത് കാണാം. കേരളത്തിലും മറ്റും കണ്ടുവരുന്ന ഒരു ചിത്രശലഭമാണ് വെള്ളിലത്തോഴി. ആൺശലഭത്തിലും പെൺശലഭത്തിനും ഒരേ രൂപമാണ്. പൂന്തോട്ട സസ്യമായ മുസാന്തയിലും കാട്ടുസസ്യമായ വെള്ളിലച്ചെടിയിലുമാണ് വെള്ളിലത്തോഴികൾ പ്രധാനമായും മുട്ടയിടുന്നത്. കാട്ടകത്തി, നീർക്കടമ്പ്, ആറ്റുതേക്ക്, ആറ്റുവഞ്ചി, വെള്ളത്താലിച്ചെടി എന്നീ സസ്യങ്ങളിലും ഇവയുടെ ലാർവകളെ കാണാം. ഇന്ത്യയിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ശലഭമാണ് നാട്ടുകോമാളി. നിലത്തോട് ചേർന്ന് വളരെ പതുക്കെയാണ് ഇവ പറക്കുക. ഇടയ്ക്കിടയ്ക്ക് പുൽത്തുമ്പുകളിലും ഇലകളിലും മറ്റും വിശ്രമിച്ച ശേഷം കുറച്ചു പറക്കുന്ന രീതിയാണ് ഇവയ്ക്കുള്ളത്. ചെറിയ കുറ്റിക്കാടുകളിലും തുറന്ന പ്രദേശങ്ങളിലും ഇവയെ കാണാം. വർഷകാലങ്ങളിൽ ഇവയുടെ ശരീരം കൂടുതൽ മനോഹരമാകും. പന്തുടലിയിലാണ് പ്രധാനമായും മുട്ടയിടുന്നത്. അത്യപൂർവമായ ഒരു പൂമ്പാറ്റയാണ് ചെമ്പഴകൻ. വനാന്തരങ്ങളിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്ന ഈ ചിത്രശലഭം കേരളത്തിൽ സാധാരണമല്ല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലുമാണ് ഇവ കാണപ്പെടുന്നത്. ആൺശലഭം പെൺശലഭത്തേക്കാൾ ചെറുതായിരിക്കും. വളരെ വേഗത്തിൽ പറക്കുന്ന ഒരു പൂമ്പാറ്റയാണ് ഇത്. ഇവ പൂന്തേൻ കുടിക്കുന്നത് അപൂർവമായി കാണാറുള്ളൂ. മൃഗങ്ങളുടെ കാഷ്ടത്തിലിരുന്ന് പോഷകങ്ങൾ നുണയുന്ന ശീലമുണ്ട് ആൺ പൂമ്പാറ്റകൾക്ക്. മറ്റു പൂമ്പാറ്റകളെ ആട്ടിയോടിക്കുന്ന സ്വഭാവവും ഉണ്ട്. വിസർജ്യത്തിൽ നിന്നും അഴുകിയ മൃതശരീരത്തിൽ നിന്നും ചീഞ്ഞ പഴങ്ങളിൽ നിന്നും പോഷകമുണ്ണുന്നത് കാണാം. മഴയ്ക്ക് മുൻപും ശേഷവുമുള്ള സമയത്താണ് ഈ ശലഭം സജീവമാകുക. ആൺശലഭം മിക്കപ്പോഴും മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ പറന്നു നടക്കുന്നത് കാണാം. പെൺശലഭങ്ങൾ അപൂർവമായേ പുറത്തു കാണാറുള്ളൂ. പുളിയിലയിലാണ് ഈ ശലഭം മുട്ടയിടുന്നത്. കാനക്കൈത,
മഞ്ചാടി എന്നിവയിലും മുട്ടയിടാറുണ്ട്. പറക്കലിനിടെ ചിത്രശലഭങ്ങൾ നിറങ്ങളിൽ ആകർഷ്ടരാകുന്നത് പതിവാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലും കണ്ടുവരുന്ന ഒരു ശലഭമാണ് മരോട്ടി ശലഭം. കേരളത്തിലെ കാടുകളിലും നാട്ടിൻപുറങ്ങളിലും ഇവയെ കാണാം. നല്ല വേഗത്തിൽ പറക്കുന്ന കൂട്ടരാണ് ഇവ. എങ്കിലും വളരെ ഉയരത്തിൽ പറക്കാറില്ല. ഇലകൾക്കിടയിലൂടെ വേഗത്തിൽ പറന്നുപോകുന്ന ഇവ പെട്ടെന്ന് അവയ്ക്കിടയിൽ മറഞ്ഞിരിക്കും. മരോട്ടി, കാട്ടുമരോട്ടി എന്നീ സസ്യങ്ങളിലാണ് മുട്ടയിടുന്നത്. അതുകൊണ്ടാണ് ഇവയ്ക്ക് മരോട്ടി ശലഭം എന്ന പേര് വന്നത്. മയിൽപീലി തണ്ടുപോലെ മരതകപ്പച്ച നിറമുള്ള സുന്ദരമായ ഒരു ചിത്രശലഭമാണ് ചുട്ടിമയൂരി. കാട്ടുറബർ, മുള്ളിലം, തുടലി, നാരകം എന്നിവ ലാർവയുടെ ഭക്ഷണ സസ്യങ്ങളാണ്. കിളിവാലിൻ ശലഭങ്ങളിൽ ഉൾപ്പെടുന്ന വളരെ സാധാരണയായി കണ്ടുവരുന്ന വഴനശലഭത്തെ 2 രൂപത്തിൽ കാണാവുന്നതാണ്. വേഷപ്രച്ഛന്നം നടത്തുന്ന ഒരു ശലഭമാണ് ഇവ. ചില വഴനശലഭങ്ങൾ നീലക്കടുവയുടെ വേഷം കെട്ടാറുണ്ട്. മറ്റു ചിലതിനെ കണ്ടാൽ അരളി ശലഭമെന്ന് തോന്നും. വിഷമയമല്ലാത്തവയും ഭക്ഷണയോഗ്യവുമായ ഈ ശലഭം ഇരപിടിയന്മാരിൽ നിന്നും രക്ഷ നേടാൻ ഭക്ഷണയോഗ്യമല്ലാത്ത നീലക്കടുവയെയും അരളി ശലഭത്തെയും അനുകരിക്കുന്നു. 2 രൂപത്തിലുമുള്ള ആൺശലഭങ്ങൾ ചെളിയൂറ്റൽ സ്വഭാവം കാണിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പിൻചിറകിൽ മഞ്ഞ നിറത്തിലുള്ള പൊട്ടുകളാണ് ഇവയെ നീലക്കടുവയിൽ നിന്നും തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ഊരവാണ് ലാർവയുടെ ഭക്ഷണസസ്യം. 2 മുതൽ 5 ദിവസങ്ങൾക്കുള്ളിൽ മുട്ടകൾ വിരിഞ്ഞ് പൂമ്പാറ്റപ്പുഴുക്കൾ പുറത്തിറങ്ങും. ഈ പുഴുക്കളെയാണ് ലാർവ എന്ന് പറയുന്നത്. ലാർവയുടെ ആദ്യ ഭക്ഷണം മുട്ടയുടെ പുറന്തോട് തന്നെയാണ്. ഇലകളാണ് പിന്നീടുള്ള ഭക്ഷണം. തങ്ങളുടെ മുഴുവൻ സമയവും ഭക്ഷണത്തിനു വേണ്ടിയാണ് ലാർവകൾ ചെലവഴിക്കുന്നത്. സസ്യഭുക്കുകളാണ് മിക്ക ലാർവകളും. ചുരുക്കം ചിലത് മറ്റ് ചെറുപ്രാണികളുടെ മുട്ടയും മറ്റും ഭക്ഷിക്കും. മുട്ട വിരിഞ്ഞ് പുറത്തുവരുന്ന ലാർവയുടെ ഭാരം ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ 1000 മടങ്ങ് വർദ്ധിക്കും. തലഭാഗമടക്കം 14 ഖണ്ഡങ്ങളായാണ് ലാർവയുടെ ശരീരം. തലയിൽ 1 ജോഡി സ്പർശകങ്ങളും കേവല നേത്രങ്ങളും ഉണ്ടാകും. ചിത്രശലഭങ്ങളുടെയും നിശാശലഭങ്ങളുടെയും ലാർവയ്ക്ക് ആംഗലേയ ഭാഷയിൽ കാറ്റർപില്ലർ എന്ന് പറയും. മിക്ക ശലഭപ്പുഴുക്കളുടെയും ശരീരത്ത് വിഷമുണ്ടാകും. അവ മറ്റു ജീവികളിൽ നിന്നും പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. പൂർണ്ണ വളർച്ചയെത്താൻ 10 മുതൽ 14 ദിവസം വരെ എടുക്കും. വളർച്ചയ്ക്കിടയിൽ 5 പ്രാവശ്യം അവ ശരീരത്തിന്റെ തോലുരിയും. വണ്ട്, ഉറുമ്പ്, ചിലന്തി, അരണ, ഓന്ത്, പക്ഷികൾ, എലി എന്നിവയൊക്കെ ശലഭങ്ങളെ ഭക്ഷിക്കുന്ന ജീവികളാകുന്നു. ഇവിടെ അതിന്റെ ശില്പങ്ങൾ കാണാം. ഇവിടെ കാണുന്ന ഈ ശില്പം അവിട്ടം ലീഫ് ശലഭത്തിന്റെ പുഴുവിന്റെയാണ്. സുവർണ ഓക്കില ശലഭം ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും കാണപ്പെടുന്ന ഒരിനം ചിത്രശലഭമാണ്. ഔട്ടം ലീഫ് എന്നാണ് ആംഗലേയ നാമം. ഇതിനെ ഓസ്ട്രേലിയയിൽ ലീഫ് വിങ് എന്ന് വിളിക്കുന്നു. ഇതിന്റെ പുഴുവിന് കറുപ്പ് നിറമാണ്. മുതുകിനോടൊട്ടിയ ഭാഗങ്ങളിൽ വെള്ളക്കുത്തുകൾ കാണാം. തലയിൽ ശാഖകളുള്ള സ്പർശിനികൾ കാണാം. ചുട്ടിമുല്ലയാണ് ലാർവകളുടെ ഭക്ഷ്യസസ്യം. അതുകൂടാതെ ആർട്ടോകോർപ്പസ് തുടങ്ങിയ സസ്യങ്ങളെയും ലാർവകൾ ആഹരിക്കുന്നത് കാണാം. നമ്മുടെ നാട്ടിൽ കാണുന്ന പ്ലാവ്, കടപ്ലാവ്, ആഞ്ഞിലി, തീറ്റിപ്ലാവ് തുടങ്ങിയവ ആർട്ടോകോർപ്പസ് ജനുസിലുള്ള സസ്യങ്ങളാണ്. ഇതിന്റെ പ്യൂപ്പയ്ക്ക് മഞ്ഞ നിറമാണ്. ഇടയ്ക്ക് കറുപ്പ് കുത്തുകളും കാണാം. ശലഭത്തിന്റെ ചിറകുകൾക്ക് തീജ്വാലകളുടെ നിറമാണ്. ചിറകുകൾ മടക്കി വയ്ക്കുമ്പോൾ ഉണങ്ങിയ ഇല പോലെ തോന്നും. ഇവയുടെ പുഴുക്കളെ അക്കാന്തേശി കുടുംബത്തിൽപ്പെട്ട ചെടികളിൽ കാണപ്പെടുന്നു. ഇന്ത്യയിൽ സാധാരണമായി കണ്ടുവരുന്ന കനകാംബരം, ആടലോടകം, കിരിയാത്ത തുടങ്ങിയ സസ്യങ്ങൾ ഈ സസ്യകുടുംബത്തിൽ പെടുന്നു. പുഴുവിന് 7 സെന്റിമീറ്റർ നീളം വരും. പൂർണ്ണ വളർച്ചയെത്താൻ 20 ദിവസം എടുക്കും. കേരളത്തിലെ പൂന്തോട്ടങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്ന ഒരു ശലഭമാണ് നാട്ടുകുടുക്ക. നീലവിറവാലൻ എന്നും വിളിക്കാറുണ്ട്. വിരളി പിടിച്ച് പറക്കുന്ന സ്വഭാവമാണ് ഇവയ്ക്ക്. ചിറകിൽ വെള്ളയും നീലയും നിറത്തിലുള്ള പൊട്ടുകൾ കാണാം. ചെമ്പകം, ആത്ത, അരണമരം, അശോകം, വഴന, കാരപ്പൂമരം എന്നിവയുടെ ഇലകളിലാണ് സാധാരണ ഇവ മുട്ടയിടാറുള്ളത്. ഇവിടെ കാണുന്ന കാടുകൾ ശലഭ വളർച്ചയ്ക്ക് അത്യാവശ്യമായതാണ്. ഈ കാടുകൾ ഓട്ടം ലീഫ് ശലഭങ്ങളുടെ പറുദീസയാണ്. ഓട്ടം ലീഫ് ശലഭത്തിന്റെ ആഹാരസസ്യങ്ങൾ ധാരാളം ഈ കാടുകളിലുണ്ട്. ഞങ്ങൾ ഈ കാടിനെ സംരക്ഷിക്കുന്നു. കറുത്ത ചിറകുകളും അനേകം മഞ്ഞപ്പൊട്ടുകളും നീണ്ട പാടുകളുമുള്ള ഒരു സാധാരണ ശലഭമാണ് നാരകശലഭം. നാരകത്തെ ബാധിക്കുന്ന കീടമായതുകൊണ്ടാണ് ആ പേര് വന്നത്. മൺസൂൺ കഴിയുമ്പോഴാണ് ശലഭങ്ങളെ കൂടുതലായി കാണാൻ സാധിക്കുക. കടന്നലുകൾ കാറ്റർപില്ലറുകളിൽ മുട്ടയിടുകയും മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ കാറ്റർപില്ലറിന്റെ ഉള്ളിൽ നിന്ന് തിന്നു നശിപ്പിക്കുകയും ചെയ്യുന്നു.
പ്യൂപ്പ സ്റ്റേജിൽ എത്തിക്കഴിയുന്ന കാറ്റർപില്ലറിനെ കൊന്നുകൊണ്ട് ലാർവകൾ പുറത്തുവരും. സിട്രസ് ഇനത്തിൽപ്പെട്ട പല സസ്യങ്ങളെയും ബാധിക്കുന്ന സാമ്പത്തിക പ്രാധാന്യമുള്ള ഒരു കീടമാണ് ഇത്. ലൈം ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്ന ഇവ കൂവളത്തിന്റെ ഇലകളിലും മുട്ടയിടുന്നു. കാടുകളിൽ കാണുന്ന സുന്ദരനായ ഒരു പൂമ്പാറ്റയാണ് പുള്ളിവാലൻ. ദക്ഷിണേന്ത്യയിലാണ് ഇവ കണ്ടുവരുന്നത്. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശലഭവർഗം കൂടിയാണ് ഇത്. ഈ ചിത്രശലഭം ഇന്ത്യയിൽ നിയമപ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. കൂട്ടത്തോടെ വെയിൽ കായുന്ന ശീലക്കാരാണ് പുള്ളിവാലൻ. കനല അഥവാ കാട്ടുറബ്ബർ എന്ന ഇനം മരത്തിലാണ് ഈ ശലഭം മുട്ടയിടുന്നത്. ശലഭപ്പുഴുക്കളുടെ ഭക്ഷണസസ്യങ്ങളിൽ ഒന്ന് മുട്ടനാറിയാണ്. പുള്ളിവാലന്റെ പ്രധാന ശത്രുക്കൾ കടന്നലുകളാണ്. ഇവ കൂട്ടത്തോടെ എത്തി പുള്ളിവാലന്റെ മുട്ടകൾ നശിപ്പിക്കും. അതുകൊണ്ട് മുട്ട വിരിഞ്ഞ് ഇറങ്ങി വരുന്ന പുതിയ പൂമ്പാറ്റകളുടെ എണ്ണം മറ്റുള്ള പൂമ്പാറ്റകളെ അപേക്ഷിച്ച് കുറവാണ്. ഇക്കാരണത്താലാണ് ഈ ശലഭം കടുത്ത വംശനാശ ഭീഷണി നേരിടുന്ന ചിത്രശലഭങ്ങളുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചത്. ഇവിടെ ഇതാ അരണ ശലഭത്തെ ഭക്ഷിക്കുന്ന ശില്പം. പാപ്പിലിയോണിഡെ ലൈക്കനിഡെ എന്ന ചിത്രശലഭ കുടുംബം. കുടുംബത്തിൽപ്പെട്ട ശലഭങ്ങൾ ജൂൺ മുതൽ ഡിസംബർ വരെ മഴയുള്ള മാസങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു. എമിഗസ്റ്റ് മഞ്ഞകൾ എന്ന സ്കിപ്പർ കുടുംബത്തിൽപ്പെട്ട ശലഭങ്ങൾ ചൂടുകാലത്ത് കാണപ്പെടുന്നു. ഇതാ പാമ്പ് അരണയെ ഭക്ഷിക്കുന്ന ശില്പം. സമുദ്രനിരപ്പിന് 2000 അടി ഉയരത്തിൽ കാണപ്പെടുന്ന ഒരു ചിത്രശലഭമാണ് തെളിനീല കടുവ. മലമുകളിലും കാടുകളിലും വസിക്കുന്ന ഇവയെ കണ്ടെത്തുക പ്രയാസമാണ്. കോരിച്ചൊരിയുന്ന മഴയത്തും പറന്നുല്ലസിക്കുന്ന ഈ ശലഭത്തിന് വേനൽക്കാലം അത്ര താൽപ്പര്യമില്ല. വെയിൽ മൂക്കുന്നതോടെ ഇവ ഉൾക്കാടുകളിലേക്ക് ഉൾവലിയും. കൂട്ടമായി വള്ളിച്ചെടികളിലും മരച്ചില്ലകളിലും ഇരുന്ന് വിശ്രമിക്കാറുണ്ട്. അരിപ്പൂവിന്റെ തേനുണ്ണാൻ വലിയ താൽപ്പര്യമാണ്. ആൺശലഭത്തിന്റെ പിഞ്ചിറകിൽ ചില സവിശേഷ ശൽക്ക അറകളുണ്ട്. ഈ അറയെ സുഗന്ധസഞ്ചി എന്ന് വിളിക്കുന്നു. ഇണ ചേരുന്ന സമയത്ത് സുഗന്ധം പരത്തി ഇണയെ ആകർഷിക്കുന്നു. ഇതിന്റെ ചിറകുപുറത്തിന് ഇരുണ്ട തവിട്ടു നിറമാണ്. തവിട്ടു നിറത്തിൽ നീല കലർന്ന വെളുത്ത പുള്ളികളും വരകളും കാണാം. ഈ വരകളും പുള്ളികളും മങ്ങിയ ചില്ലുപോലെ സുതാര്യമാണ്. അതുകൊണ്ടാണ് ഈ പൂമ്പാറ്റയെ ഇംഗ്ലീഷിൽ ഗ്ലാസ് ബ്ലൂ ടൈഗർ എന്ന് വിളിക്കുന്നത്. ചിറകിന്റെ അടിവശത്ത് കൂടുതൽ തെളിഞ്ഞ വരകളും കാണാം. എരിക്ക്, വെള്ളിപ്പാല തുടങ്ങിയ സസ്യങ്ങളിലാണ് മുട്ടയിടുന്നത്. അത്യപൂർവമായ ഒരിനം ശലഭമാണ് മലബാർ റാവൻ. പശ്ചിമഘട്ട പ്രദേശങ്ങളിലാണ് ഈ ശലഭങ്ങളെ കണ്ടുവരുന്നത്. കാടുകളാണ് ഇവയുടെ ഇഷ്ടമേഖല. കാടുവിട്ട് പുറത്തേക്കിറങ്ങാൻ ഇവ വലിയ താൽപ്പര്യം കാണിക്കാറില്ല. മലബാർ റാവൻ വളരെ വേഗത്തിൽ പറക്കുന്ന ശലഭങ്ങളാണ്. ഈ ഇനത്തിലെ ആൺശലഭങ്ങൾ നനഞ്ഞ നിലത്ത് ഈർപ്പം വലിച്ചെടുക്കാൻ ഇരിക്കാറുണ്ട്. വെയിൽ കായാൻ ഇഷ്ടമില്ലാത്ത ഇവർ കൂടുതലും തണൽ പറ്റി സഞ്ചരിക്കുന്നതായാണ് കാണുന്നത്. നരച്ച തവിട്ട് നിറമാണ് ഈ ശലഭങ്ങൾക്ക്. മുൻചിറകുകളിലെ വെളുത്ത പുള്ളികളാണ് ഇവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. റാവന്റെ 2 ജോഡി കാലുകൾ നീളം കുറഞ്ഞതും 1 ജോഡി കാലുകൾ നീളം കൂടിയവയുമാണ്. പന്നൽ സസ്യങ്ങളിലാണ് മുട്ടയിടുന്നത്. ലാർവ പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ പ്രോതൊറാസിക്കോട്രോപിക് ഹോർമോൺ പുറപ്പെടുവിക്കുന്നു. ഈ സമയത്ത് ലാർവയുടെ ഭാരം ഒരു പരിധിയിലധികം വർദ്ധിച്ചു കഴിഞ്ഞിരിക്കും. ഇതോടെ ലാർവ ഭക്ഷണം നിർത്തുന്നു. അതിനുശേഷം പ്യൂപ്പ അവസ്ഥയിൽ സമാധിയായിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിക്കും. 5 തൊട്ട് 15 ദിവസങ്ങൾക്കകം ലാർവ ഇലയുടെ അടിയിലോ കമ്പുകളിലോ സ്വയം ഉണ്ടാക്കിയ ഒരു അറയിൽ സമാധിയിലിരിക്കുന്നു. ഈ അവസ്ഥയ്ക്കാണ് പ്യൂപ്പയെന്ന് പറയുന്നത്. ചിത്രശലഭത്തിന്റെ പ്യൂപ്പ ദശയ്ക്ക് ആംഗലേയ ഭാഷയിൽ ക്രിസലിസ് എന്നാണ് പറയുക. ഈ അവസ്ഥയിൽ പ്യൂപ്പയ്ക്ക് സാധാരണയായി ചലിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ചിലയിനം പ്യൂപ്പകൾക്ക് അടിവയറ്റിലെ ചില ഭാഗങ്ങൾ തുടരെ ചലിപ്പിച്ച് ശത്രുക്കളെ അകറ്റാനായി ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. രൂപാന്തരീകരണത്തിലൂടെ പ്യൂപ്പ ചിത്രശലഭമായി മാറുന്നത് മനുഷ്യർ എന്നും ശ്രദ്ധയോടെയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. പ്യൂപ്പയുടെ പുറത്തുള്ള ചെറിയ ചിറകുകൾ പറക്കാൻ സഹായിക്കുന്ന വലിയ ചിറകുകളായി മാറുന്നതിന് വളരെയധികം പോഷകങ്ങൾ ആവശ്യമാണ്. പ്യൂപ്പയുടെ ചിറകുകളിലെ കോശങ്ങൾ മീറ്റോസിസിലൂടെ അതിവേഗം വിഭജിച്ചാണ് ചിത്രശലഭത്തിന്റെ ചിറകുകളുടെ വലിപ്പത്തിൽ എത്തുന്നത്. പ്യൂപ്പയായിരിക്കുന്ന ഏതെങ്കിലും ഒരു ചിറക് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്താൽ ബാക്കി 3 ചിറകുകൾ കുറച്ചുകൂടി വലുതായി ചിത്രശലഭത്തിന് പറക്കാൻ സാധിക്കും. നിംഫാലിഡെ കുടുംബത്തിൽപ്പെട്ട ചെറിയ ചിത്രശലഭമാണ് നാൽക്കണ്ണി. വീട്ടുപറമ്പിലും ഇടനാടൻ ചെങ്കൽ കുന്നുകളിലും വനപ്രദേശങ്ങളിലും ഇവയെ ധാരാളം കാണാം. ചിറകുകളിലുള്ള പൊട്ടുകളാണ് നാൽക്കണ്ണി എന്ന പേരിന് കാരണം. മുൻചിറകിൽ വലിയ ഓരോ കൺപൊട്ടുകളുണ്ട്.
പിൻചിറകുകളിൽ വ്യക്തമായ 4 കൺപൊട്ടുകൾ. പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിലാണ് മുട്ടയിടുന്നതും ലാർവകൾ വളരുന്നതും. പ്യൂപ്പയുടെ ശില്പം. ചിലയിനം ശലഭങ്ങൾ കൂട്ടം കൂടിയിരിക്കുന്നതും ദൃശ്യമാകും. ഇങ്ങനെയിരിക്കുന്നത് റൂസ്റ്റിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മറ്റു ജീവികളെ ഭയന്ന് സസ്യങ്ങളുടെ ഇലകളുടെ അടിയിൽ പോയി ഒളിച്ചിരിക്കുന്നതിനെയും റൂസ്റ്റിംഗ് എന്ന് പറയാറുണ്ട്. ഏഷ്യയിൽ കാണപ്പെടുന്ന ഒരു ചിത്രശലഭമാണ് കുഞ്ഞുവാലൻ ശലഭം അഥവാ യാംപ്ലൈ. കാച്ചിൽ ശലഭമെന്നും പേരുണ്ട്. പേര് സൂചിപ്പിക്കും പോലെ മനോഹരമായ വാലാണ് കുഞ്ഞുവാലന്റെ ആകർഷണം. നീണ്ട വാലും കടുത്ത മഞ്ഞ നിറവുമുള്ള ഇവയെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. മുൻചിറകിന്റെ അരികിൽ വീതി കുറഞ്ഞ കറുത്ത വരയുണ്ടാകും. കാച്ചിൽ, മൈലാഞ്ചി, കരിയാലാഞ്ഞി എന്നിവയിലാണ് മുട്ടയിടുന്നത്. നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും വനങ്ങളിലും ധാരാളമായി കാണാറുള്ള ചിത്രശലഭമാണ് നാരകക്കാളി. ഈ ശലഭങ്ങൾ കറിവേപ്പിലും മുട്ടയിടുന്നതായി കാണപ്പെടുന്നു. കേരളത്തിൽ കാണുന്ന 3 സെറൂലിയൻ ജാതികളിൽ ഏറ്റവും സാധാരണമായി കാണുന്ന പൂമ്പാറ്റയാണ് പൊട്ടുവാലാട്ടി എന്ന ഇനം. ആകാശനീലിമ കലർന്ന വെള്ള നിറമുള്ളതിനാലാണ് ഇവയെ സെറൂലിയൻ എന്ന് വിളിക്കുന്നത്. ചിറകുകൾ കൂട്ടിച്ചേർത്തിരിക്കുന്ന സമയം ശലഭത്തിന്റെ പിൻഭാഗത്ത് ചിറകുകളിൽ നിന്നും നേരിയ വാലുകളും അതിന് സമീപത്തായി കണ്ണാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഉതകുന്ന 2 പാടുകളും ഉണ്ട്. ഒറ്റനോട്ടത്തിൽ ശലഭത്തിന്റെ യഥാർത്ഥ തല അതിന്റെ പിൻഭാഗത്താണെന്ന് ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ വിദ്യ ശലഭം ഉപയോഗപ്പെടുത്തുന്നു. കുന്നി, കരിവിലങ്ങം, അശോകം, ഉങ്ങ്, ഇരുൾ, പ്ലാസ് എന്നീ സസ്യങ്ങളിലെല്ലാം പൊട്ടുവാലാട്ടി ശലഭം മുട്ടയിടുന്നതായി നിരീക്ഷിച്ചിട്ടുണ്ട്. നിംഫാലിഡേ ശലഭകുടുംബത്തിൽപ്പെട്ട ചിത്രശലഭമാണ് തീച്ചിറകൻ. ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിൽ മാത്രമാണ് ഈ ചിത്രശലഭം കാണപ്പെടുന്നത്. തുറസായ സ്ഥലങ്ങളിലും പാതയോരങ്ങളിലും കാണപ്പെടുന്നു. ചിറകുകൾക്ക് തീജ്വാലയുടെ നിറമാണുള്ളത്. മഴ കഴിഞ്ഞുള്ള മാസങ്ങളിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. അധികം ഉയരത്തിൽ പറക്കാത്ത പൂമ്പാറ്റകളാണ് ഇവ. ശരീരത്തിൽ നിന്നും മഞ്ഞ നിറമുള്ള ദുർഗന്ധം നിറഞ്ഞ ദ്രാവകം പുറപ്പെടുവിക്കുന്നതിനാൽ പക്ഷികളും മറ്റും ഇവയെ ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. പൂന്തേനാണ് ഇഷ്ടവിഭവം. മുരിക്ക്, കാട്ടുപൂവരശ്, പാഷൻ ഫ്രൂട്ട് എന്നിവയിലാണ് സാധാരണ മുട്ടയിടുക. 20 മുതൽ 100 വരെ മുട്ടകൾ കൂട്ടമായി ഇടാറുണ്ട്. നാട്ടിൻപുറങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പൂമ്പാറ്റകളിലൊന്നാണ് മഞ്ഞത്തകരമുത്തി. വലിപ്പത്തിലും നിറത്തിലും ഇവർ വൈവിധ്യങ്ങൾ കാണിക്കാറുണ്ട്. ക്രീം നിറം മുതൽ മഞ്ഞ നിറമുള്ളവയെ വരെ ഈ ഇനത്തിൽ കാണാറുണ്ട്. കൊന്നവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ കൂട്ടത്തോടെ പറന്നു കളിക്കുന്നതും മുട്ടകൾ നിക്ഷേപിക്കുന്നതും കാണാം. കണിക്കൊന്നയിലും ആനത്തകരയിലും ഇവയുടെ ലാർവകളെ കാണാൻ സാധിക്കും. മഴക്കാലത്തിനു മുൻപേ തന്നെ ഇവ ദേശാടനം ചെയ്യാറുണ്ട്. ഇവിടെ ഒരു കാടിനുള്ളിൽ ഭൂമിയെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ജീവിയെ കാണാൻ സാധിക്കും. ചിത്രശലഭത്തിന്റെ ഒരു വിഭാഗമാണ് ആവണക്കിന്റെ ഉറ്റതോഴനായ ആവണച്ചോപ്പൻ എന്ന ചിത്രശലഭം. ആവണച്ചോപ്പന്റെ പുഴു മുഖ്യമായും ഭക്ഷിക്കുന്നത് ആവണക്കിന്റെ ഇലകളാണ്. നാട്ടിൻപുറങ്ങളിലെ ചെറുകാടുകളിലും തൊടികളിലും സദാ വിഹരിക്കുന്ന ഇവയെ ഏതു കാലാവസ്ഥയിലും കാണാൻ കഴിയും. വിരളമായി മാത്രമേ ഈ പൂമ്പാറ്റവർഗം പൂന്തേനുണ്ണാറുള്ളൂ. ചില സമയത്ത് മരക്കറ നുകരുന്നത് കാണാം. നിലത്ത് വീണ് അഴുകിയ പഴങ്ങളിൽ നിന്നുള്ള സത്താണ് ഇവയുടെ പ്രധാന ആഹാരം. ആവണച്ചോപ്പനെ ഇരപിടിയന്മാർ തിന്നാറില്ല. വിഷശലഭമാണെന്ന് ഉറപ്പിച്ചു പറയാൻ ഇനിയും പഠനങ്ങൾ ആവശ്യമുണ്ട്. ആവണക്കിന്റെ ഇലയിൽ വിഷാംശമുള്ളതിനാൽ അത് ഭക്ഷിക്കുന്ന ശലഭത്തിലും വിഷാംശം കാണാൻ ഇടയുണ്ട്. ഇതിന്റെ പുഴുവിന് ഇലയുടെ വക്കുകൾ തിന്നാനാണ് കൂടുതൽ ഇഷ്ടം. സന്ധ്യസമയമാണ് പ്രധാന തീറ്റനേരം. ആൺപൂമ്പാറ്റ സുഗന്ധം പരത്തിയാണ് പെണ്ണിനെ ആകർഷിക്കുക. ആൺപൂമ്പാറ്റയുടെ ചിറകിലെ ചില ശൽക്കങ്ങൾ സുഗന്ധം സൂക്ഷിക്കാനായി രൂപപ്പെട്ടിരിക്കും. ആവണക്കിനെ കൂടാതെ കൊടിത്തൂവയിലും ഈ പൂമ്പാറ്റ മുട്ടയിടാറുണ്ട്. കൊടിത്തൂവ എന്നാൽ ചൊറിയണമാണ്. ഒറ്റയായിട്ടാണ് മുട്ട കാണപ്പെടുക. ചില അവസരങ്ങളിൽ 3-4 മുട്ടകൾ ഒന്നിച്ചു കാണപ്പെടുന്നു. മുട്ടയ്ക്ക് വെളുപ്പ് നിറമാണ്. മുട്ടയുടെ പുറത്ത് നനുത്ത രോമങ്ങൾ കാണാം. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന ഒരിനം ചെടിയാണ് കൃഷ്ണകിരീടം. ശാസ്ത്രനാമം റെഡ് പഗോഡ ട്രീ എന്നാണ്. ഹനുമാൻ കിരീടം, പെരു, കൃഷ്ണമുടി, 6 മാസച്ചെടി, കാവടിപ്പൂവ്, പെഗോഡ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടി പൊതുവെ തണലുള്ള പ്രദേശങ്ങളിലാണ് വളരുന്നത്. 1.5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടിയിൽ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്നു. വലിപ്പമുള്ള ഇലകൾ ഇതിന്റെ പ്രത്യേകതയാണ്. ഇതിന്റെ പൂക്കൾ തൃക്കാക്കരയപ്പനെ അലങ്കരിക്കാനും ഓണത്തിന് പൂക്കളമൊരുക്കാനും ഉപയോഗിക്കാറുണ്ട്. ഇവ ശലഭങ്ങളുടെ ആഹാരസസ്യമാണ്. ഭംഗിയുള്ള ഒരു ശലഭമാണ് ചെങ്കോമാളി.
ചിറകിൽ ചുവന്ന അടയാളമുള്ള ഇവയെ പെട്ടെന്ന് തിരിച്ചറിയാവുന്നതാണ്. പൊന്തക്കാടുകളിലും കുറ്റിക്കാടുകളിലും കണ്ടുവരുന്നു. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപേ പൂക്കുന്ന ഇലമുളച്ചു ചെടികളിൽ തേൻ കുടിക്കാൻ ഇവ കൂട്ടമായി എത്താറുണ്ട്. ഈ ചെടിയിൽ തന്നെയാണ് മുട്ടയിടുന്നത്. കേരളത്തിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു തരം ചിത്രശലഭമാണ് നീലക്കടുവ. ഇംഗ്ലീഷിൽ ബ്ലൂ ടൈഗർ എന്ന് പറയും. ശാസ്ത്രീയ നാമം തിരുമല ലിംനിയസ്. വട്ടക്കാക്ക സസ്യത്തിൽ ഇവ മുട്ടയിടുന്നു. പ്യൂപ്പയിൽ നിന്നും പുറത്തുവരുന്ന ചിത്രശലഭത്തിന്റെ ശില്പം. ടഫാബേസിയ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറിയ സസ്യമാണ് കിലുകിലുപ്പ. സസ്യശാസ്ത്രനാമം ക്രോട്ടലേറിയ സ്ട്രയേറ്റ എന്നാണ്. കിലുകിലുപ്പ കിലുകിലിക്കിയെന്നും അറിയപ്പെടുന്നു. പ്രകൃതിയാ ഉണ്ടാകുന്ന രാസസംയുക്തമാണ് ആൽക്കലോയിഡ്. വ്യത്യസ്ത ജീവജാലങ്ങളിൽ നിർമ്മിതമാകുന്ന ഇവ പ്രത്യേകിച്ചും 19 മുതൽ 20% വരെ ഉയരമുള്ള സസ്യങ്ങളിൽ കാണപ്പെടുന്നു. ആൽക്കലോയിഡ് ശേഖരിക്കുവാനായി ശലഭങ്ങൾ ഈ സസ്യങ്ങളിൽ കൂട്ടമായി കാണപ്പെടുന്നു. നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ധാരാളമായി കാണാറുള്ള ചിത്രശലഭമാണ് നാരകക്കാളി. ഈ ശലഭങ്ങൾ പന്നലിലും മറ്റും മുട്ടയിടുന്നതായി കാണപ്പെടുന്നു. രൂപാന്തരീകരണത്തിന്റെ വിവിധ ദശകളിൽ പല ഭീഷണികളും നേരിടേണ്ടതുണ്ട്. പാരസൈറ്റുകൾ, രോഗങ്ങൾ, പരിസ്ഥിതി സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഈ ഭീഷണികളിൽ ചിലതാണ്. ഇവയിൽ നിന്നും രക്ഷ നേടാൻ ചിത്രശലഭങ്ങൾ വിവിധ വഴികൾ ഉപയോഗിക്കുന്നു. വിവിധ തരം രാസപദാർത്ഥങ്ങളാണ് സ്വയരക്ഷയ്ക്കായി കൂടുതൽ ചിത്രശലഭങ്ങളും ഉപയോഗിക്കുന്നത്. ഈ രാസപദാർത്ഥങ്ങൾ ചെടികളിൽ നിന്നാണ് ചിത്രശലഭങ്ങൾക്ക് ലഭിക്കുന്നത്. ചില ചെടികൾ സസ്യഭുക്കുകളായ മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ചില വിഷപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. ഇതിൽ നിന്നാവാം ചിത്രശലഭങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്കായി സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയതെന്ന് കരുതപ്പെടുന്നു. ഇലകളുടെ നിറങ്ങളുള്ള ചിത്രശലഭങ്ങൾ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ ഇലകളിൽ ചേർന്ന് നിൽക്കുന്നു. ഓക്ലിഫ് ചിത്രശലഭം ഇതിനൊരു ഉദാഹരണമാണ്. കണ്ണുപോലെ തോന്നിക്കുന്ന ചില ചിത്രശലഭങ്ങളുടെ പിറകിലെ ഭാഗങ്ങളും സ്വയരക്ഷയ്ക്ക് വേണ്ടി ഉള്ളതാണ്. ഇത് ശത്രുക്കളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ സഹായിക്കുന്നു. മറ്റൊരു സിദ്ധാന്തം പറയുന്നത് ചിലന്തിയെപ്പോലുള്ള ജീവികളിൽ നിന്നും രക്ഷ നേടാനാണെന്നാണ്. കണ്ണാണെന്ന് തെറ്റിദ്ധരിച്ച് മുന്നോട്ടെടുക്കുന്ന ചിലന്തികളെ അടുത്തെത്തുന്നതിന് മുൻപ് കാണാനും അവയിൽ നിന്ന് രക്ഷപ്പെടാനും ഇതുവഴി ചിത്രശലഭങ്ങൾക്ക് സാധിക്കുന്നു. ചിത്രശലഭത്തിന്റെ ചിറകുകൾ ശത്രുക്കളെ ഒഴിവാക്കാനായി പെട്ടെന്ന് പറക്കുന്നതിന്റെ ഗതി മാറ്റാനും ഉപയോഗിക്കുന്നു. ചിത്രശലഭങ്ങളെപ്പറ്റി പഠനം നടത്തുകയും ശേഖരിക്കുകയും ചെയ്യുന്ന ആളുകളെ ലെപ്പിഡോപ്ട്രിസ്റ്റ് അഥവാ ഔറേലിയൻസ് എന്ന് വിളിക്കുന്നു. എനിക്കറിവുള്ള കാര്യങ്ങൾ സന്മനസ്സോടെ കേട്ടിരുന്നതിൽ നന്ദി. നമസ്കാരം.